ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 29ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ മെയിനായിട്ട് കണ്ടത് പണിപ്പുര ടാസ്ക്കാണ്. അതിനകത്ത് വൈൽഡ് കാർഡ് എൻട്രീസ് വേണ്ടി കുറച്ച് ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ടാസ്ക് വൈൽഡ് കാർഡ് എൻട്രീസ് ജയിച്ചു, കുറച്ച് ടാസ്ക് മറ്റുള്ള ഹൗസ് മേറ്റ്സ് ജയിച്ചു. അപ്പോൾ ഹൗസ് മേറ്റ്സ് ജയിച്ച ടാസ്കിനകത്തുനിന്ന് എന്താ പറയുക, ടാസ്ക് ജയിച്ച സമയത്ത് ബിഗ് ബോസ് പറഞ്ഞിരുന്നു അതിൽ നിന്ന് വൈൽഡ് കാർഡ് എൻട്രീസിൽ നിന്ന് 1-2 പേരെ അവർ പണിപ്പുരയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ മറ്റുള്ള ഹൗസ് മേറ്റ്സ് സെലക്ട് ചെയ്തത് ഇതിൽ നിന്ന് മസ്താനിനെയും പിന്നെ പ്രവീണിനെയാണ്. മസ്താനിനെ മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം മസ്താനി ആ വീട്ടിൽ വന്ന് കുറേ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം പോയി രേണുസുധീരുടെ അടുത്ത് പോയി ഒരു ഇഷ്യൂ ഉണ്ടാക്കി, പിന്നെ റന ഫാത്തിമയുടെ അവിടെ പോയിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി, പിന്നെ ഈ ജിസൈലിൻ്റെയും ആര്യൻ്റെയും കാര്യത്തിൽ മെയിനായിട്ട് ഒരു സ്റ്റാർട്ട് ഇട്ടത് മസ്താനി. അങ്ങനെ കുറേ ഭാഗത്ത് മസ്താനി ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രവീണിനെ മോസ്റ്റ്ലി അവർ സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് തോന്നുന്നത് പ്രവീണും നല്ലൊരു ഗെയിമറാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം, എന്താ അറിയില്ല, പ്രവീണിനെയാണ് സെലക്ട് ചെയ്തത്. ഞാൻ പേഴ്സണലി വിചാരിച്ചത് എല്ലാവരും ജിഷിനെയാണ് സെലക്ട് ചെയ്യാനാണ്, പക്ഷേ അവർ പ്രവീണിനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ടത് ഹൗസ് മേറ്റ്സ് തോറ്റ ടാസ്ക് സമയത്ത് മറ്റുള്ള വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാവരും കൂടെ മറ്റുള്ള ഹൗസ് മേറ്റ്സിൽ നിന്ന് 2-3 പേരെ സെലക്ട് ചെയ്യണം എന്നാണ് ഇവർക്കുള്ള പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഇവർ സെലക്ട് ചെയ്തത് ജിസൈലിനെയും പിന്നെ അക്ബർ, പിന്നെ അതുപോലെ തന്നെ ഷാനവാസ്, ഷാനവാസ്, ജിസൈൽ, അനുമോൾ, റന ഫാത്തിമ, ഇവർ 4 പേരെയാണ് പലപ്പോഴായിട്ട് ഇവർ സെലക്ട് ചെയ്തത്. അതിനകത്ത് റന ഫാത്തിമയ്ക്കും ഷാനവാസിനും ഇവിടെ കൊടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ ഇവർക്ക് കാണാൻ പറ്റില്ല. അതാണ് ഇവർ മെയിനായിട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ ഇടാൻ കാരണം തന്നെ ഇപ്പം അനുമോളും ജിസൈലും തമ്മിൽ വലിയൊരു ഇഷ്യൂ നടന്നിരുന്നു. അപ്പോൾ അതിനെ ഒരു ചോദ്യം ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരൊറ്റ റീസണിലാണ് അവർ അനുമോളെയും ജിസൈലിനെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഷാനവാസിനെയും റന ഫാത്തിമയും ഇട്ടിട്ടുള്ളത്. പിന്നെ ഷാനവാസിനെ എന്താ പറയുക, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇടാനൊരു ഇതുണ്ട്. കാരണം ഇപ്പോൾ അക്ബറും ഷാനവാസും കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഷാനവാസിനെ അതിനോട്ട് ഇടാൻ പറ്റും. പക്ഷേ ഹൗസ് മേറ്റ്സ് ഷാനവാസിനെ സെലക്ട് ചെയ്തില്ല. അതേപോലെ റന ഫാത്തിമയും മസ്താനിയും തമ്മിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റന ഫാത്തിമയോട് ഒരു മിഡിൽ ഫിംഗർ കാട്ടി മസ്താനി എന്ന് പറഞ്ഞിട്ട് ഈ റന ഫാത്തിമയ്ക്ക് കംപ്ലയിൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ. പക്ഷേ അതും ഇനി നടക്കില്ല. കാരണം റന ഫാത്തിമയാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടനെ കാണാൻ പറ്റാതിരിക്കാനുള്ളൊരു ആൾ വേറെ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ വേറെ കണ്ടത് എനിക്ക് തോന്നുന്നു ജിസൈലിൻ്റെയും അനുമോളിൻ്റെയും അറിയില്ല എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ വേറെ കണ്ടിരുന്നത് മെയിനായിട്ട് അക്ബറും ഷാനവാസും തമ്മിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറേ ഫൈറ്റ്സ് ഉണ്ടായിരുന്നു. അവസാനം എന്താ പറയുക, വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു തുടങ്ങി. അവസാനം ബിഗ് ബോസ് വാൺ ചെയ്തു, ഇവരെ കൺഫെക്ഷൻ റൂമിലോട്ട് വിളിച്ചു. എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇപ്പം എന്നും ഇതന്നെയാണല്ലോ അവസ്ഥ, ഇന്നിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആക്ഷൻ ഉണ്ടാവും. അതേപോലെ ഇപ്പം എന്താ പറയുക, ഇവർ പറയുന്നുണ്ട് പല ആക്ഷൻസും കാണിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം എന്താ പറയുക, ഒരു ബാഡ് എഫക്റ്റായിട്ട് ബിഗ് ബോസിൽ ഇരിക്കുന്നുണ്ട്. അത് കാരണം ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം ചീത്ത തന്നെ വിളിക്കണം എന്നില്ല, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ മിഡിൽ ഫിംഗർ ഇങ്ങനെ എന്തെങ്കിലും ബാഡ് സൈൻസ് കാണിച്ചാൽ പോലും അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ടെർമിനേഷനാണെന്നൊക്കെ ബിഗ് ബോസ് എല്ലാവരും വാൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇവരുടെ ഒരു കളി മാറ്റി പിടിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ നമ്മൾ വേറെ കണ്ടിരുന്നത് മറ്റുള്ള ഇപ്പോൾ മസ്താനി എന്താ പറയുക, ഈ അനുമോളോട് പറഞ്ഞിരുന്നു ശൈത്യ ബാക്ക് സ്റ്റാമ്പ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ശൈത്യയും അനുമോളും ഇവർ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷം കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ഈ ജിസയിലും അനുമോളും ജയിൽ ടാസ്കിൽ ഇരിക്കണ സമയത്ത് ഇവർ പറയുന്നുണ്ട് ശൈത്യ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്നിട്ടും അനുമോളോട് സംസാരിക്കാൻ വരുന്നില്ല. അപ്പം അനുമോൾ പറയുന്നുണ്ട് അവൾ എൻ്റെ പിന്നാലെ നടക്കുകയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് ഇനി മുതൽ ഞാൻ നിൻ്റെ പിന്നാലെ നടന്നിട്ടില്ല, നീ എൻ്റെ ഫ്രണ്ടും അല്ല ഇനി മുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും എന്താണെങ്കിലും ഒരു 95% മുകളിലും ഇവർ തമ്മിൽ ഇപ്പോൾ ശൈത്യയും അനുമോളും
എന്താ പറയുക തമ്മിൽ തല്ലി പിരിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം ഈ മസ്താനി വന്നതിന് ശേഷം. കാരണം എനിക്ക് തോന്നുന്നു ശൈത്യ കുറച്ചും കൂടെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് അനുമോളെ അപേക്ഷിച്ചിട്ട്. നല്ലൊരു അവർ കുറച്ചും കൂടെ നന്നായിട്ട് ഇപ്പോൾ ആദ്യത്തെ നമ്മൾ 2-3 ആഴ്ച കണ്ടപ്പോൾ അനുമോളിൻ്റെ ഒപ്പമാണ് ശൈത്യ. അത് കാരണം അനുമോളിൻ്റെ ആ ഒരു പ്രസൻസിൽ ശൈത്യയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. ശൈത്യയുടെ ആയിട്ടുള്ള ഒരു സ്പേസ് ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുമില്ല. ആ ഒരൊറ്റ റീസൺ കാരണമാണ് ശൈത്യനെ എല്ലാവരും ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നതുമല്ല. അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ശൈത്യ അനുമോളിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ശൈത്യ നല്ലൊരു ഗെയിമറും ആയേനെ. ശൈത്യയ്ക്ക് ശൈത്യയുടെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ശൈത്യ ഇങ്ങനെ എന്താ പറയുക നോമിനേഷനിൽ ചിലപ്പോൾ വരാൻ ചാൻസും കുറവായിരിക്കാം. കാരണം ഇപ്പോൾ ശൈത്യയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ വീട്ടിനകത്ത് ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെ എല്ലാ എപ്പിസോഡിലും എലിമിനേഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് വേറൊന്നും നമ്മൾ കണ്ടത്. അപ്പം മിക്കവാറും ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെ തീർന്നു. ഇനി അതിൻ്റെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഫസ്റ്റ് ഡേ നമ്മൾ ജയിൽ ടാസ്കിൽ ജിസയിലും അനുമോളും തമ്മിൽ അത്ര വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെതായിട്ട് ഇന്നലെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അവർ ജയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എന്നാൽ പോലും ഈ എന്താ പറയുക ആര്യൻ്റെ ഇഷ്യൂവിൽ പറയുന്നുണ്ട് നീ എന്തിനാ നുണ പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക ഞാൻ വിചാരിക്കുന്നു എന്താണെങ്കിലും ലാലേട്ടൻ ഈ വീക്കിൽ വന്നിട്ട് മിക്കവാറും ആ ഫുട്ടേജ് കാണിക്കുമായിരിക്കും. അതിനെക്കുറിച്ചിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യും. കാരണം ഞാൻ കുറേ വീഡിയോസും കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോൾ മേ ബി കുറച്ചും കൂടെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഊതി പെരുപ്പിച്ച് പറയാമെന്ന് പറയില്ലേ, അങ്ങനെ ഒരാളുടെ ഇങ്ങനെ ഒരു ചാൻസ് എടുത്തിട്ട് കുറച്ചും കൂടി ഊതിപ്പെറുപ്പിച്ച് പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അല്ലാണ്ട് എന്താ പറയുക ഒന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും കാരണം മറ്റുള്ള അതിനെ ഇതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വൈൽഡ് കാർഡ് എൻട്രീസ് 1-2 പേരും കൂടെ വന്നു. അപ്പോൾ അത് കുറച്ച് ഇതായി. പക്ഷെ എന്നാലും ഒരു ടോട്ടൽ ഇപ്പം നമ്മളെ ഓഡിയൻസിന് ഒരു ക്ലാരിഫിക്കേഷൻ ആണെങ്കിലും മറ്റുള്ള ഹൗസ്മേറ്റ്സ് പല ആൾക്കാരും ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി മിക്കവാറും ലാലേട്ടൻ ഈ വീക്കിൽ വന്നിട്ട് ആ ഫുട്ടേജും അതിനെക്കുറിച്ചിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.